മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ യാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: വായന. വിരൽത്തുമ്പിലൂടെ ഒരു ലോകത്തെ മുഴുവൻ തൊട്ടറിയുന്ന അത്ഭുതം. ഇന്ന് ഏപ്രിൽ 23, ലോക പുസ്തക ദിനം. വായനയുടെ വസന്തകാലം ആഘോഷിക്കുന്ന ഈ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അക്ഷരങ്ങളുടെ ചക്രവർത്തി വില്യം ഷേക്സ്പിയർ ഉൾപ്പെടെയുള്ള ലോകോത്തര പ്രതിഭകളുടെ സ്മരണ പുതുക്കിയാണ് 1995 മുതൽ യുനെസ്കോ ഈ ദിനം ആചരിക്കുന്നത്. കാലങ്ങൾ കടന്നുപോയിട്ടും മായാത്ത കയ്യൊപ്പുകൾ ബാക്കിവെച്ച ആ പ്രതിഭകൾക്കുള്ള ആദരം കൂടിയാണിത്. കാലം മാറി, വായനയുടെ ശൈലിയും മാറി. കൈകളിൽ ഒതുങ്ങുന്ന കടലാസ് പുസ്തകങ്ങളിൽ നിന്ന് വായന ഇന്ന് ഈ ബുക്കുകളിലേക്കും ഓഡിയോ ബുക്കുകളിലേക്കും വികസിച്ചിരിക്കുന്നു. പക്ഷേ മാധ്യമം മാറിയാലും വായന നൽകുന്ന അനുഭൂതിക്ക് മാറ്റമില്ല. ഒരു പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങളല്ല വായിക്കുന്നത്, മറിച്ച് പുതിയൊരു ലോകത്തേക്ക് വാതിൽ തുറക്കുകയാണ്. വായന മനുഷ്യനെ നവീകരിക്കുന്നു. അത് മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളയുന്നു. മാനവികതയുടെയും കാൽപ്പനികതയുടെയും പുതിയ ലോകത്തേക്ക് അത് നമ്മെ കൈപിടിച്ച് നടത്തുന്നു. വായനക്കാരൻ മരിക്കുന്നില്ല, അവൻ 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. പട്ടിണിയായ മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കൂ, അത് നിനക്കൊരായുധമാണ്. ബെർട്ടോൾട്ട് ബ്രെത്തിന്റെ ഈ ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. പുസ്തകങ്ങൾ വെറും കഥാസമാഹാരങ്ങളല്ല, അവ മാറ്റത്തിന്റെ വഴികാട്ടികളാണ്. ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾക്ക് പിന്നിൽ ചില പുസ്തകങ്ങളുണ്ടായിരുന്നു. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായും അനീതിക്കെതിരെയുള്ള പ്രതിരോധമായും പുസ്തകങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. വിഭാഗീയ ചിന്തകൾ ആഴത്തിൽ വേരോടുന്ന, യുദ്ധത്തിന്റെ കരിനിഴൽ വീണ ഈ ആസുരകാലത്ത് പുസ്തകങ്ങൾക്ക് വലിയൊരു ദൗത്യം നിർവഹിക്കാനുണ്ട്. അപരനെ സ്നേഹിക്കാനും സഹിഷ്ണുതയോടെ ലോകത്തെ നോക്കിക്കാണാനും അക്ഷരങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. വെറുപ്പിന്റെ മതിലുകൾ തകർക്കാൻ സ്നേഹത്തിന്റെ വായനയേക്കാൾ മികച്ച മറ്റൊരു ആയുധമില്ല. ഈ പുസ്തക ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. ഓരോ ദിവസവും കുറച്ചു നേരമെങ്കിലും അക്ഷരങ്ങൾക്കായി മാറ്റിവയ്ക്കാം. സഹിഷ്ണുതയുള്ള, അറിവുള്ള ഒരു പുതിയ ലോകക്രമം തീർക്കാൻ നമുക്ക് വായനയെ കൂട്ടുപിടിക്കാം. അക്ഷരങ്ങൾ വെളിച്ചമാകട്ടെ, പുസ്തകങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഏവർക്കും ലോക പുസ്തക ദിനാശംസകൾ.